ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തെ അറിയാൻ കൃപ ലഭിച്ചിരിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ തങ്ങളുടെ ഹൃദയത്തിന്റെ തുറവി ആരൊക്കെ ഈശോയോട് കാണിക്കുന്നു അവർക്കുമാണ്. ദൈവം അവർ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അവർക്ക് സമീപസ്ഥരാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടിലും കണ്ണീരിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. അതിന് കാരണം നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ അവിടുന്ന് നമുക്ക് ചെയ്തു തരുന്നില്ല എന്ന പരാതിയാണ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം അർപ്പിക്കുന്നതിനും ആ ഹൃദയം പരിഗണിക്കുന്നതിനും കൂടി നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് പ്രവർത്തിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം വളരെ അടുത്ത ഒരു വ്യക്തി എന്നവണ്ണം അപ്പനോ അമ്മയോ എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും.